ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബിഗ് ബസാർ തകതൈതം പൊന്നോണം. ഇനി ആഘോഷിക്കൂ ഓണം ഷോപ്പിംഗ് ഇൻ അസോസിയേഷൻ വിത്ത് കൃഷ്ണ ട്രേഡിംഗ് കമ്പനി, ഹൗസ് ഓഫ് സാനിറ്ററി വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 04942211858. ഓണം വന്നേ, ഓണം വന്നേ, ബിഗ് ബസാറിൽ പോകണ്ടേ ഷോപ്പിംഗ് ഉത്സവമായി. മാളൂരെ പുത്തൻ ഫാഷൻ ലോകം കാണണ്ടേ. ഓ വീടിനാകെ മോടി കൂട്ടാൻ സദ്യക്കുള്ളതുമൊക്കെ ഒരുക്കാം. എല്ലാരും വന്നടയുന്നേ ഷോപ്പിംഗ് ഉത്സവമായി. ബിഗ് ബസാർ തകതൈതം പൊന്നോണം. ഇനി ആഘോഷിക്കൂ ഓണം ഷോപ്പിംഗ്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടുകാലത്തെ വിശ്വസ്ത സേവന പാരമ്പര്യത്തിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസത്തെ പിടിച്ചുപറ്റിയ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ സാനിറ്ററി വെയർഹൌസ് കൃഷ്ണ ട്രേഡിംഗ് കമ്പനി. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങളുടെ ജീവൻ തുടിക്കുന്ന അകത്തളങ്ങൾക്ക് ചാരുതയേകാൻ കജാരിയ, വെർമോറ, ക്രിറ്റൻ, ഇറ്റാലിക്ക, ബെൽ തുടങ്ങിയ കമ്പനികളുടെ ദ മോസ്റ്റ് മോഡേൺ ടൈൽസ്, സെറ, യൂറോ എന്നീ കമ്പനികളുടെ സാനിറ്ററി വെയർസ്, നീരാളി, റോട്ട, പ്രിൻസ് തുടങ്ങിയ സിങ്കുകളുടെ ഏറ്റവും വലിയ ശ്രേണി തന്നെ കൃഷ്ണ ട്രേഡിംഗ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. CP ഫിറ്റിംഗ്സുകൾ, ഗുണമേന്മയിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ജാഗർ, ബെനലേവ് എന്നീ കമ്പനികളുടെ ഈടുറ്റ ഉൽപ്പന്നങ്ങൾ, ഒപ്പം വൈവിധ്യമാർന്ന ഡോർ സെറ്റുകളും മേൽത്തരം പൈപ്പുകളുടെ ഫിറ്റിംഗ്സുകളും, ഇമ്പോർട്ടഡ് സാനിറ്ററി വെയർ ആൻഡ് ഇമ്പോർട്ടഡ് വെനിറ്റീസ്. കൃഷ്ണ ട്രേഡിംഗ് കമ്പനി, ഹൗസ് ഓഫ് സാനിറ്ററി വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 04942211858. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. കള്ളവുമില്ല, ചതിയുമില്ല, പിന്നെയോ എള്ളോളമില്ല പൊളിവചനം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നല്ല ഒരു ഓണം കൂടി വന്നിരിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ തൊന്തരവിൽ ഞങ്ങൾക്ക് ഒരു അതിഥി കൂടിയുണ്ട്. മറ്റാരുമല്ല, മഹാബലി തമ്പുരാൻ. എല്ലാ വർഷവും ഞങ്ങൾ ഈ ഓണത്തിന്റെ ഈ റോഡ് ഷോന് അദ്ദേഹം ക്ഷണിക്കാറുണ്ട്. പലപ്പോഴും തിരക്ക് കൊണ്ടായിരിക്കാം നമ്മുടെ ഈ പ്രോഗ്രാം വരാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ കയ്യോടെ കൂട്ടി വന്നിട്ടുണ്ട്. നമുക്കൊപ്പം ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ നമ്മുടെ ജില്ല മൊത്തം ഒന്ന് കറങ്ങിക്കാണാൻ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ തൊന്തരവിൽ, ഈ ഓണത്തിന്റെ തൊന്തരവിൽ നമ്മോടൊപ്പം മഹാബലി തമ്പുരാൻ കൂടി ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഏതായാലും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ബിഗ് ബസാർ തൊന്തരവിലേക്ക് ഹാർദവമായ സ്വാഗതം. ബിഗ് ബസാർ തൊന്തരവ് നമ്മളിപ്പോൾ ഉള്ളത് ബിഗ് ബസാറിനകത്താണ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എത്രത്തോളം ഓണത്തിനെ വരവേൽക്കാൻ റെഡിയായി, അല്ലെങ്കിൽ നമ്മുടെ തമാശകളുടെ ചോദ്യങ്ങൾക്കൊക്കെ എന്തായിരിക്കാം ഇവിടുത്തെ മറുപടി എന്ന് കണ്ടു നോക്കാം. പരിചയപ്പെടാം. എന്താണ് പേര്? സാനിഫ്. എന്ത് ചെയ്യുന്നു? പേരെങ്ങനെ? അൽ അമീൻ. അൽ അമീൻ. ഇവിടെ എവിടെ? കോളിയടുക്കം. ഓക്കെ. ഓണത്തിന് എങ്ങനെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ? അടിപൊളി. ഏതായാലും ബിഗ് ബസാർ തൊന്തരവ് വന്നിട്ട് കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഹാപ്പി ഓണം അറിയിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ പല പ്രാവശ്യവും മഹാബലി തമ്പുരാനെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്, കിട്ടാറില്ല, പിടികിട്ടാറില്ല. ഇപ്രാവശ്യം കയ്യോടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് തമ്പുരാനോട് പറയാനുള്ളത്? തമ്പുരാനെ ഹാപ്പി ഓണം. 101 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ജന്മദിനം ഉണ്ടാവും? ഇവിടെ ഇങ്ങോട്ട് നോക്ക്. എത്ര ജന്മദിനം ഉണ്ടാവും? ഒരു ജന്മദിനം. 101 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ജന്മദിനം ഉണ്ടാവും? പെട്ടെന്ന് കണക്കൂട്ടി പറയാൻ പറ്റുന്ന സംഭവമുള്ളൂ. ഒരു ജന്മം. നമ്മളത് പല ആൾക്കാരോടും ചോദ്യമായിരുന്നു. എങ്കിലും ഈ ബിഗ് ബസാറിൽ കാല് കുത്തിയപ്പോ എന്താണെന്ന് അറിയില്ല, ആൻസർ പറഞ്ഞു കഴിഞ്ഞു.
101 വർഷം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര ജന്മദിനം ഉണ്ടാവും? ഒരു ജന്മദിനം മാത്രമേ ഉണ്ടാവും, ബാക്കിയെല്ലാം ജന്മവാർഷികമാണ്. ഏതായാലും ഞങ്ങളുടെ ബിഗ് ബസാറിന് ഒരു സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. പേരെങ്ങനെ? ഷാനിഫ്. ഷാനിഫ്. അപ്പോൾ ബിഗ് ബസാർ നൽകുന്ന ഒരു സമ്മാനം മഹാബലി തമ്പുരാന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാം. ഓക്കെ, ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി ഏത്? പേന്. ആരാ പറഞ്ഞ പേനെന്ന്? ആരെങ്കിലും പറഞ്ഞു തന്നിനാ? അമ്മൂമ്മയോ? എന്തായാലും എന്താ മോളുടെ പേര് പറഞ്ഞേ? ആഞ്ചൽ. ആഞ്ചലിന് ബിഗ് ബസാറിന്റെ ഒരു ഗിഫ്റ്റ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി ഏതായിരുന്നു എന്നാണ്. പേൻ എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞ ആഞ്ചലേക്ക് ബിഗ് ബസാറിന്റെ ഒരു അതിമനോഹരമായ ഗിഫ്റ്റ് സമ്മാനം ലഭിച്ചു. ജയിക്കുന്ന ടീം പുറകോട്ട് പോകുന്ന മത്സരം ഏത്? ജയിക്കുന്ന ടീം കബഡിയാണ്. കബഡിയല്ല, അറിയില്ല, ഒന്ന് ആലോചിച്ച് നോക്കൂടെ? ഓക്കെ, എന്തായാലും ശരി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജയിക്കുന്ന ടീമില്ലേ, ജയിക്കുന്ന ടീം പുറകോട്ട് പോകുന്ന മത്സരം ഏത്? വടംവലി. അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞ സിദ്ദിഖ് ചേട്ടന് ബിഗ് ബസാർ നൽകുന്ന ഒരു ഗിഫ്റ്റ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഒരു കോഴിമുട്ട വിരിഞ്ഞു വരാൻ എത്ര ദിവസം വേണം? 40 ദിവസം. 40 ദിവസം. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒരു കുറവില്ല, വിട്ടുവീഴ്ചയില്ല. എവിടെ? 41 വരെ. 41. ഇവിടെ ഇവിടെ പേരെങ്ങനെ? 40. ഏതാണ്ട് എല്ലാവരും ഒരേ നാട്ടുകാരാണെന്ന് തോന്നുന്നു. 40, 41 ഉറച്ചിരിക്കുന്നു. ഏതായാലും പരിചയപ്പെട്ട സന്തോഷം. ഒന്ന് പരിചയപ്പെടുന്ന പേര്? എന്റെ പേര് അബ്ദുൾ റഹീം എന്നാണ്. അബ്ദുൾ റഹീമാൻ ആണെന്ന്. എവിടെയാണ് വീട്? വീട് ഉപ്പളയിലാണ്. ഉപ്പള. അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കാണാൻ കഴിയുന്ന സന്തോഷമുണ്ട്. ഹാപ്പി ഓണം അറിയിക്കുന്നു. സെയിം ടു യു. ഓക്കെ, അപ്പൊ ഏതായാലും പരിചയപ്പെട്ട സന്തോഷം. നമ്മൾ തമാശകളെ ചോദ്യം ചോദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ തമാശകളെ ചോദ്യമാണ്. ആ ലെവലിൽ കണ്ടാൽ മതി. ഈ എലികളും നക്ഷത്രവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടറിയോ? എലികളും നക്ഷത്രങ്ങളും ഇല്ല. വളരെ സീരിയസ് ആയി ചോദിക്കാം. ഒരു കോഴിമുട്ട വിരിഞ്ഞ് വരാൻ എത്ര ദിവസം വേണം? 3 ആഴ്ച. 3 ആഴ്ച അല്ലേ? 3 ആഴ്ച എത്ര? 21 ദിവസം. 21 ദിവസം. നമ്മള് പല ഷോപ്പിലും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ചോദ്യം. കാരണം ഒരു കോഴിമുട്ട വിരിഞ്ഞ് വരാൻ എത്ര ദിവസം വേണം? വളരെ സിമ്പിളാണ്. 21 ദിവസം എന്നാണ് അതിന്റെ ഒരു ആൻസർ. അപ്പൊ ഞങ്ങളുടെ ചെറിയ സമ്മാനമുണ്ട്. ഓക്കെ, ഇപ്പോഴുള്ളത് ബിഗ് ബസാറിനകത്താണ്, കാസർഗോഡ്. വളരെ മനോഹരമായ ഒരു ചോദ്യമായിരുന്നു. 21 ദിവസം വേണം നമ്മളൊരു കോഴിമുട്ട വിരിഞ്ഞു വരാൻ. മനോഹരമായിട്ട് ആൻസർ പറഞ്ഞ താങ്കൾക്ക് മഹാബലി തമ്പുരാന്റെ കയ്യിൽ നിന്നും ബിഗ് ബസാറിന് ഒരു സമ്മാനം. ഓക്കെ, എന്താ പേര്? എവിടുന്ന്? നെല്ലിക്കുന്ന്, കാസർഗോഡ്. പർച്ചേസ് ചെയ്തോ? പർച്ചേസ് ചെയ്തു. ഓണത്തിന് എങ്ങനെ ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്? ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ. കരിഷ്മ. ഞാനൊരു ചോദ്യം ചോദിക്കും, ഇതിന് കറക്റ്റ് ആൻസർ പറഞ്ഞ സമ്മാനമുണ്ട്. വച്ചടി കയറ്റം ജോലി ഏത്? വച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏത്? എന്തായാലും ഉത്തരം വളരെ ശരിയാണ്. അപ്പം ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്.
ബിഗ് ബസാറിന്റെ ഒരു മനോഹരമായ ഗിഫ്റ്റ്. സന്തോഷമായില്ല എല്ലാവർക്കും? ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ പട്ടാളക്കാര് പൊതുവെ ഏപ്രിൽ മാസത്തിൽ ക്ഷീണിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? മാർച്ച് കഴിഞ്ഞു വരുന്നതുകൊണ്ട്. മാർച്ച് കഴിഞ്ഞു വരുന്നുണ്ട് അല്ലേ? എന്തായാലും ആൻസർ വളരെ ശരിയാണ്. ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ബിഗ് ബസാർ നൽകുന്ന അതിമനോഹരമായ ഗിഫ്റ്റ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. കാസർഗോഡ് വിഷൻ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ബിഗ് ബസാറിന്റെ സാർബിൽ എല്ലാവർക്കും ഓണാശംസകൾ. തൊന്തരവ് ഇനി നമ്മൾ ചെല്ലാൻ വേണ്ടി പോകുന്ന സിറ്റി ബാഗിനകത്തേക്കാണ്. ഇവിടുത്തെ കാസർഗോഡ് ഉള്ള ഏറ്റവും വലിയൊരു ബാഗിന്റെ ഷോറൂമാണ്. അതിനകത്താണ് നമ്മൾ ഇനി തൊന്തരവ് ചെലവഴിക്കാൻ വേണ്ടി പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കമോൺ. പരിചയപ്പെടാം. നല്ല സന്തോഷത്തിലാണ്. എങ്ങനെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. എന്താ ഓണത്തിന് എന്താ വെറൈറ്റി? ഓണത്തിന് ന്യൂ കളക്ഷൻസ് ഉണ്ട്, സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം പ്രേക്ഷകർക്ക്. അപ്പൊ നമ്മുടെ തമാശകളുടെ ചോദ്യമാണ്, നേരത്തെ പറഞ്ഞു. അതിനിടയിൽ സീരിയസ് ആയിട്ടുള്ള ചോദ്യം, ഈ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് അറിയോ? വായ കൊണ്ട്. വായ കൊണ്ട് അല്ല. നമ്മുടെ തമാശകളുടെ ചോദ്യം ചോദിക്കാറുണ്ട്, സീരിയസ് ആയ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കൗതുകപരമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനകത്ത് ചോദിച്ച ചോദ്യമായിരുന്നു ഈ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം. അറിയോ? വായ കൊണ്ട് അല്ല. അറിയില്ല. അപ്പൊ ഏതായാലും അറിയില്ല എന്ന് പറയാൻ കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. അപ്പൊ ഏതായാലും ഞാൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ്. അതിന്റെ ആൻസർ ഞാനിവിടെ പറയുകയാണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിച്ച ചോദ്യമാണ് ഈ തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടും. തേനീച്ച മൂളുന്നത് വായ കൊണ്ടുമല്ല, ചില ആൾക്കാരുടെ ധാരണ മൂക്ക് കൊണ്ടാണ്. മൂക്ക് കൊണ്ടുമല്ല. തേനീച്ചയുടെ ചിറക് നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യും. അതിന്റെ ശബ്ദമാണ് നമുക്ക് ഈ മൂളായി കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 4000 തവണ വൈബ്രേറ്റ് ചെയ്യും ഇതിന്റെ ഈ ചിറക്. അതിലുണ്ടാകുന്ന കമ്പനമാണ് നമുക്ക് മൂളലായിട്ട് ശബ്ദമായിട്ട് കേൾക്കുന്നത്. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഹാപ്പി ഓണം. മാവിയോട് എന്താ പറയാനുള്ളത്? എക്സ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് ഐ തിങ്ക് സോ നല്ലൊരു ഭരണം കേരളത്തിലേക്ക് കാഴ്ചവെക്കാൻ പൊളിറ്റീഷ്യന് മാവേലി നല്ലൊരു സജഷൻസ്. അതാണ് കാസർഗോഡ് വിഷന്റെ മുഴുവൻ പ്രേക്ഷകർക്കും സിറ്റി ബാഗിന്റെ ഓണാശംസകൾ. അപ്പൊ നമ്മള് ഈ തൊന്തരവ് ഇനി കയറി ചെല്ലാൻ വേണ്ടി പോകുന്നത് മഹാരാജ ടെക്സ്റ്റൈൽസ് ആണ്. കാസർഗോഡ് മഹാരാജ ടെക്സ്റ്റൈൽസിലാണ് നമ്മൾ ഇനി പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തിനും റെഡി ആയിട്ട് ഒരാളുണ്ട്. നമുക്ക് അയാളൊന്ന് പരിചയപ്പെടാം. സാർ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് ലത്തീഫ്. ഓക്കെ. അപ്പൊ ഏതായാലും ഹാപ്പി ഓണം അറിയിക്കുന്നു. ആദ്യം
നമ്മളെ സാധാരണ തമാശകളെ ചോദ്യം ചോദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. തൊന്തരവെന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നമ്മൾ മഹാബലി തമ്പുരാൻ അടക്കമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത് തമ്പുരാനോട്? ഓണം നല്ല ഓണായി മാറട്ടെ, എല്ലാ കച്ചവടങ്ങളേക്ക് നന്നായി കച്ചവടങ്ങൾ ഉണ്ടാവട്ടെ, ആൾക്കാർക്ക് നല്ല അഭിവൃദ്ധിയും സന്തോഷവും സമാധാനമൊക്കെ ആയിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിക്കും. എല്ലാ മനുഷ്യ അത് മഹാബലി അങ്ങോട്ട് പറയേണ്ടതല്ലേ, ഇങ്ങോട്ടൊന്നും പറയാത്ത ഞാൻ ഇങ്ങോട്ട് പറയണേ. മഹാബലി ഒന്നും പറയില്ല, ഇതിപ്പോ മഹാബലി ഇങ്ങോട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷെ മഹാബലി ഒന്നും ഇല്ലാത്തവരെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മുടെ തമാശകളെ ചോദ്യമാണ്, 101 വയസ്സായ ഒരാൾക്ക് എത്ര ജന്മദിനുണ്ടാവും? 101 വയസ്സായ ആൾക്ക് എത്ര ജന്മദിനുണ്ടാവും? 100 ജന്മദിനം. 100. ഏതായാലും പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഹാപ്പി ഓണം അറിയിക്കുന്നു. അപ്പൊ ഇവിടുത്തെ സ്റ്റാഫിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ തൊന്തരവ് ഉള്ളത് മഹാരാജ ടെക്സ്റ്റൈൽസിലാണ്, കാസർഗോഡ്. എങ്ങനെ പേര്? ഷർമിള. പേരെങ്ങനെ? ഉസ്മാൻ. പേര്? തനീഷ്. ചിദാനന്ദ. അപ്പുറത്ത് മെഷോദ്, മഹേഷ്. ഇത് തൊന്തരവ് എന്നൊരു പ്രോഗ്രാമാണ്. ഇങ്ങനെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. തമാശകളുടെ ചോദ്യമാണ് എന്ന് കരുതരുത്, വളരെ സീരിയസ് ആയ ചോദ്യം. ഈ കരിമ്പില്ലേ, കരിമ്പ് എത്ര പ്രാവശ്യം പൂക്കും? ഒരു പ്രാവശ്യം. ഞണ്ടിന് എത്ര കാലുണ്ട്? സീരിയസ് ആയ ചോദ്യം. 6. ഞണ്ടിന് എത്ര കാലുണ്ട്? 8. ഒരു കോഴിമുട്ട വിരിഞ്ഞു വരാൻ എത്ര ദിവസം വേണം? അപ്പൊ ഏതായാലും 22 പറഞ്ഞു. ഏതായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. അപ്പൊ ഇവിടെ ഒരു ആൻസർ പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ്. കരിമ്പ് പൂക്കുന്നത് പുഷ്പിക്കുന്നത് ഒരു പ്രാവശ്യം മാത്രമാണ്. മാത്രമല്ല ഒരു ചൊല്ലുണ്ട് സാധാരണ, അതായത് കരിമ്പ് പൂത്ത് കഴിഞ്ഞാൽ കർഷകൻ അല്ലെങ്കിൽ അതിന്റെ ഉടമ മരിച്ചു പോകും എന്നൊരു ചൊല്ലുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം കരിമ്പ് പുഷ്പിക്കുമ്പോൾ ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെടും. ഈ കാമ്പിനകത്ത് ശേഖരിക്കുന്ന ഊർജ്ജം നഷ്ടപ്പെടും. സ്വാഭാവികം നഷ്ടപ്പെടുന്നത് അവിടുത്തെ പഞ്ചസാരയുടെ അളവ് ഒരുപാട് കരിമ്പിൽ നിന്ന് ചോർന്നു പോകും. അതുകൊണ്ട് കർഷകർക്കിടയിൽ ഇങ്ങനെ ചൊല്ലുണ്ട്, കരിമ്പ് പൂത്ത് കഴിഞ്ഞാൽ ഉടമസ്ഥ മരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. മറ്റൊന്നുമല്ല, ഈ കരിമ്പിന്റെ അംശങ്ങൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഏതായാലും ഉത്തരം വളരെ മനോഹരമായിട്ട് പറഞ്ഞ താങ്കൾക്ക് ഞങ്ങളുടെ സമ്മാനമുണ്ട്. അപ്പോൾ മഹാരാജ ടെക്സ്റ്റൈൽസിനകത്താണ് നമ്മൾ ഉള്ളത്. ഇപ്പൊ നമ്മുടെ തൊന്തരവ് ഷോ വളരെ മനോഹരമായിട്ട് ഉസ്മാൻ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ ഏതായാലും ബിഗ് ബസാർ നൽകുന്ന ഒരു സമ്മാനം മഹാബലി തമ്പുരാന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാം. ഓക്കെ, ഹാപ്പി ഓണം. താങ്ക് യു. മഹാരാജയുടെ ഓണാശംസകൾ കാസർഗോഡ് ഉള്ള പ്രേക്ഷകർക്കും ഞങ്ങൾ ആശംസകൾ നൽകും. തൊന്തരവ് ഇനി കയറി ചെല്ലാൻ വേണ്ടി പോകുന്നത് ഗിൽട്ടറിനകത്തേക്കാണ് മാവേലി. അപ്പൊ നമ്മുടെ നേരത്തെ ചോദിച്ച രസകരമായ ചോദ്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെയും ചോദിക്കാം. നമ്മളിവിടെ എത്തിയതൊരു വല്ലാത്ത സമയത്താണ്. മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ ഈ എനിക്കൊന്ന് എല്ലാവരും ഊണ് കഴിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹാപ്പി ഓണം. തൊന്തരവ് നമ്മൾ ഇപ്പോൾ ഉള്ളത് സിറ്റി ഗോൾഡിലാണ്. അപ്പൊ സിറ്റി ഗോൾഡിനകത്തുള്ള ആൾക്കാർ എത്രത്തോളം ഓണത്തെ വരവേൽക്കാൻ റെഡിയായി എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. കമോൺ. ഇപ്പോൾ നമ്മൾ തൊന്തരവുള്ളത് സിറ്റി ഗോൾഡിനകത്താണ്. നമുക്ക് ഇവിടുത്തെ രണ്ടാൾക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, എന്താണ് പേര്? സമീർ. സമീർ, എന്ത് ചെയ്യുന്നു? ഗൾഫിലാണ്. അതെ. ഓക്കെ, ഇക്ബാൽ. അപ്പൊ നമ്മളിത് തൊന്തരവ് സാധാരണ തമാശകള് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോകുന്നൊരു പ്രോഗ്രാമാണ്. അപ്പൊ ഏതായാലും നമ്മളിപ്പോ ഇപ്രാവശ്യം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മാവേലി ഉണ്ട് നമ്മുടെ കൂടെ. അപ്പൊ നമ്മുടെ തമാശകൾ ചോദ്യമാണെങ്കിലും താങ്കൾ ചോദിക്കുന്ന തമാശകൾ ചോദ്യമല്ല, വളരെ സീരിയസ് ആണ്. 2 ആൻസർ പെട്ടെന്ന് പറയണം. ചോദ്യം ഇതാണ്, ഞണ്ടിന് എത്ര കാലുണ്ട്? 4. കാലില്ല. രണ്ടിന് കാലില്ല. രണ്ടിന് കാലില്ലേ? ഇല്ല, കൈയാണ്.
എന്തൊരു മനുഷ്യൻ, ഞണ്ടിന്റെ കാലില്ല. കൈ കാലില്ല. ഇല്ല. ഓക്കെ. ഉറുമ്പിന് എത്ര കാലുണ്ട്? ഉറുമ്പിനും കാലില്ല, കൈ തന്നെ ഉള്ള. നിങ്ങൾക്ക് എത്ര കാലുണ്ട്? എനിക്ക് 2. അപ്പൊ അതെങ്കിലും സമ്മതിച്ച് തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. കേരളക്കരയിലെ മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ കേരള വിഷൻ പ്രേക്ഷകർക്ക് സിറ്റി ഗോൾഡ് ഫാഷൻ ജ്വല്ലറിയുടെ ഓണാശംസകൾ. ഹാപ്പി ഓണം. അപ്പോൾ നമ്മളിപ്പോൾ തൊന്തരവ് കാസർഗോഡ് സിറ്റി ഗോൾഡിനകത്തു നിന്ന് മറ്റൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ കാസർഗോഡ് നഗരം ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ വേളയിലാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി, നല്ല തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. റോഡിൽ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ ഓണവിശേഷങ്ങൾ അറിയാം. നമ്മളിനി ചെല്ലാൻ വേണ്ടി പോകുന്നത് മൈഷ സിൽക്സിലാണ്. ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ ഒരു ഷോപ്പാണ് മൈഷ സിൽക്സ്. മൈഷ സിൽക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സ്വന്തമായ ഒരു സംഭവമാണ്, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരാണ്, നമ്മളല്ല. ഇത് തമാശകളുടെ ചോദ്യമാണ്, ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. നമുക്ക് സ്വന്തമായ ഒരു കാര്യം, പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരാണ്. നമുക്ക് സ്വന്തമായ ഒരു കാര്യം, പക്ഷെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാർ. പറ. നമുക്ക് സ്വന്തമായ ഒരു സംഭവം, അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ്, നമ്മളല്ല. അതെന്താണ്? അതെന്താണ് ആഷിഖ്? പേര്. പേര്. എന്റെ നെയിം. ഇവിടെ എന്താ പറഞ്ഞേ? പേര്. വാ ആഷിഖോ അല്ലേ? നമ്മുടെ പേര് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും, പക്ഷെ നമ്മുടെ നെയിം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരായിരിക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫാണ് ആഷിഖ് അല്ലേ? ആഷിഖിന് മാവേലിയുടെ വക ഒരു നല്ല സമ്മാനമുണ്ട്, ബിഗ് ബസാർ നൽകുന്ന അവരുടെ സമ്മാനം. ഓക്കെ, താങ്ക് യു. കാസർഗോഡ് വിഷന്റെയും മൈഷ സിൽക്കിന്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. തൊന്തരവ് നമ്മൾ ഇനി ചെല്ലാൻ വേണ്ടി പോകുന്നത് ആമസോണിക്സ് ഹോം അപ്ലയൻസ് ആണ്. അവിടെ ഇലക്ട്രോണിക്സിന്റെ ഒരു നല്ലൊരു വലിയ വിപുലമായ ഒരു ശേഖരമുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമ്മുടെ ചോദ്യം ഇതാണ്, തമാശകളെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ചോദ്യം ഇതാണ്, രാമുവിന്റെ അമ്മക്ക് 3 മക്കളുണ്ട്. എങ്ങനെ? രാമുവിന്റെ അമ്മക്ക് 3 മക്കളുണ്ട്. പെട്ടെന്ന് ആൻസർ പറയണം. രാമുവിന്റെ അമ്മക്ക് 3 മക്കളുണ്ട്. മൂത്ത ആള് ജനുവരി, രണ്ടാമത്തെ ആള് ഫെബ്രുവരി, മൂന്നാമത്തെ ആൾ ആരാ? കേട്ടോ പറ. മൂന്നാമത്തെ ആള് രാമു. രാമു തന്നെയാണ്. മനോഹരമായിട്ട് പറഞ്ഞ ഈ വ്യക്തിക്ക് മഹാബലി തമ്പുരാന്റെ കൈകൊണ്ട് സിറ്റി ഗോൾഡ് നൽകുന്ന ഒരു മനോഹരമായ ഒരു സമ്മാനം. താങ്ക് യു. ഹാപ്പി ഓണം.
ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബിഗ് ബസാർ തകതൈതോം പൊന്നോണം. ഇനി ആഘോഷിക്കൂ ഓണം ഷോപ്പിംഗ് ഇൻ അസോസിയേഷൻ വിത്ത് കൃഷ്ണ ട്രേഡിംഗ് കമ്പനി, ഹൗസ് ഓഫ് സാനിറ്ററി വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 04942211858. ഓണം വന്നേ ഓണം വന്നേ ബിഗ് ബസാറിൽ പോകണ്ടേ ഷോപ്പിംഗ് ഉത്സവമായി. മാളൂരെ പുത്തൻ ഫാഷൻ ലോകം കാണണ്ടേ. ഓ വീടിനാകെ മോടി കൂട്ടാൻ സദ്യക്കുള്ളതുമൊക്കെ ഒരുക്കാം. എല്ലാരും വന്നടയുന്നേ ഷോപ്പിംഗ് ഉത്സവമായി. ബിഗ് ബസാറിൽ ബിഗ് ബസാർ തകതൈതോം പൊന്നോണം. ഇനി ആഘോഷിക്കൂ ഓണം ഷോപ്പിംഗ്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലത്തെ വിശ്വസ്ത സേവന പാരമ്പര്യത്തിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസത്തെ പിടിച്ചുപറ്റിയ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ സാനിറ്ററി വെയർഹൌസ് കൃഷ്ണ ട്രേഡിംഗ് കമ്പനി. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങളുടെ ജീവൻ തുടിക്കുന്ന അകത്തളങ്ങൾക്ക് ചാരുതയേകാൻ കജാരിയ, വെർമോറ, ക്രിറ്റൻ, ഇറ്റാലിക്ക, ബെൽ തുടങ്ങിയ കമ്പനികളുടെ ദ മോസ്റ്റ് മോഡേൺ ടൈൽസ്, സെറ, യൂറോ എന്നീ കമ്പനികളുടെ സാനിറ്ററി വെയർസ്, നീരാളി, റോട്ട, പ്രിൻസ് തുടങ്ങിയ സിങ്കുകളുടെ ഏറ്റവും വലിയ ശ്രേണി തന്നെ കൃഷ്ണ ട്രേഡിംഗ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. CP ഫിറ്റിംഗ്സുകൾ, ഗുണമേന്മയിൽ എന്നും മുന്നിൽ നിൽക്കുന്ന ജാഗർ, ബെനലേവ് എന്നീ കമ്പനികളുടെ ഈടുറ്റ ഉൽപ്പന്നങ്ങൾ, ഒപ്പം വൈവിധ്യമാർന്ന ഡോർ സെറ്റുകളും മേൽത്തരം പൈപ്പുകളുടെ ഫിറ്റിംഗ്സുകളും, ഇമ്പോർട്ടഡ് സാനിറ്ററി വെയർ ആൻഡ് ഇമ്പോർട്ടഡ് വെനിറ്റീസ്. കൃഷ്ണ ട്രേഡിംഗ് കമ്പനി, ഹൗസ് ഓഫ് സാനിറ്ററി വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 04994221858.